ഗ്രഹിക്കാനുള്ള ദാഹത്തോടെ ആയിരിക്കണം ഇവിടെ ആയിരിക്കേണ്ടത്. തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അപ്പോൾ ദൈവമായ കർത്താവ് നമ്മളെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുന്നത് അവിടുത്തെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ സഹവാസത്തിൽ ജീവിക്കാനാണ്. അവിടുത്തെ സഹവാസത്തിലായിരിക്കുക എന്ന് പറഞ്ഞാൽ അവനോടൊപ്പം നടന്ന് നീങ്ങുക എന്നാണ് അർത്ഥം. അവനോടൊപ്പം ഈ ഭൂമിയിൽ നടന്ന് നീങ്ങി ജീവിക്കുക എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടത്, നമ്മളെല്ലാവരും ഈ ക്രൈസ്തവ ദൈവവിളി സ്വീകരിച്ചിരിക്കുന്നവർ, യേശുക്രിസ്തുവിനെ കർത്താവും രക്ഷിതാവും നാഥനുമെന്ന് വിശ്വസിച്ച് സ്വീകരിക്കുന്നവർ, യേശുവിനെ ആരാധിക്കുകയും യേശുവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന നമ്മളെല്ലാവരും നമ്മൾ തിരിച്ചറിയേണ്ടുന്ന പരമപ്രധാനമായ ഒരു വസ്തുത എന്ന് പറഞ്ഞാൽ, നമ്മൾ യേശുവിനോട് ചേർന്ന് ഈ ഭൂമിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാ. നമ്മളോടൊപ്പം നടന്ന് നീങ്ങുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്. നമ്മൾ മാത്രമല്ല ഈ ഭൂമിയിൽ നടന്ന് നീങ്ങുക, നമ്മളോടൊപ്പം അനുദിനം അനുനിമിഷം നടന്ന് നീങ്ങുന്ന ഒരു ദൈവം ഇവിടെ ഉണ്ട്. ആ ദൈവത്തെ അറിയണം. ആ ദൈവത്തെ അറിഞ്ഞ് ആ ദൈവത്തോടൊപ്പം ജീവിക്കാനാണ് ദൈവപിതാവ് നമ്മളെ ഓരോരുത്തരെയും ഈ ഭൂമിയിലാക്കിയിരിക്കുക. ഹല്ലേലൂയ, ഹല്ലേലൂയ. വലത് കൈ ഉയർത്തി പറ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുന്നിടത്തോളം കാലം നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും ധാരാളം ഭൗതികമായ പ്രശ്നങ്ങളുണ്ട്. ഭൗതികമായ പ്രശ്നങ്ങൾ മനുഷ്യന് ഒഴിഞ്ഞുള്ള കാലമില്ല. ഭൗതികമായ പ്രശ്നങ്ങൾ മനുഷ്യന് ഒഴിഞ്ഞുള്ള കാലമില്ല. ഏത് മനുഷ്യനായാലും ഏത് സുഭിക്ഷതയിൽ വസിക്കുന്നു എന്ന് നമ്മൾ പറയുന്നവരായാൽ തന്നെ ഈ ലോകത്തിൽ അവർ ഡിസ്റ്റർബ്ഡ് ആണ്, അവർ ഇൻസെക്യൂർഡ് ആണ്. അപ്പോൾ ഭൗതികമായിട്ട് വിഷയങ്ങളില്ലാത്ത മനുഷ്യരൊന്നും തന്നെ ഇല്ല. എന്നാൽ നമ്മൾ കർത്താവിൻ്റെ തിരുവായ്മൊഴികൾ കർത്താവ് പറഞ്ഞതുപോലെ അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആനന്ദമുണ്ടാകുന്നത്, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സ്വസ്ഥത ഉണ്ടാകുന്നത്. അതിന് കർത്താവ് വളരെ ലളിതമായിട്ട് തന്നെ, യേശുക്രിസ്തു കടിച്ചാൽ പൊട്ടാത്ത വാക്കൊന്നും ആരോടും പറഞ്ഞു കൊടുത്തിട്ടില്ല. യേശുക്രിസ്തു വളരെ ലളിതമായ മനുഷ്യരോട് അവർക്ക് മനസ്സിലാകുന്ന വിധത്തിൽ ഏറ്റവും കുഞ്ഞു കുഞ്ഞു ഉപമകളിലൂടെയാണ് വലിയ ദൈവിക രഹസ്യങ്ങൾ പകർന്നു കൊടുത്തത്. ഹല്ലേലൂയ. വലത് കൈ ഉയർത്തി പറ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ വളരെ വ്യക്തമായിട്ട് നിങ്ങളോട് പറയാണ്, ആവശ്യം വരുമ്പോൾ കർത്താവിനെ തേടി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ദേവാലയത്തിലും കുരിശുപള്ളികളിലും ധ്യാനമന്ദിരങ്ങളിലും ഓടിച്ചെന്ന് ആവശ്യം പറഞ്ഞ് അങ്ങനെ ദൈവവുമായിട്ട് നിൽക്കുന്ന ഒരു ബന്ധത്തിൽ ജീവിക്കാനല്ല ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ എല്ലാ പിടിയും വിട്ടുപോയി എന്ന് നമുക്ക് തോന്നുന്ന നിമിഷം, നമ്മളെ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ നടപ്പില്ല എന്ന് നമുക്ക് തോന്നുന്ന നിമിഷം, ദൈവം എവിടെ ഉണ്ടെന്ന് നമ്മൾ അറിയുന്നോ അങ്ങോട്ട് ഓടിച്ചെന്ന് നമ്മുടെ വേവലാതികൾ പറയുമ്പോൾ അങ്ങനെ കേൾക്കാനിരിക്കുന്ന ഒരു ദൈവമല്ല. അങ്ങനെയുള്ളൊരു ദൈവ മനുഷ്യ ബന്ധത്തിലേക്കല്ല ക്രിസ്തീയത വിരൽ ചൂണ്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുതന്നെയാണ് ആ തിരുവചനം പരിശുദ്ധാത്മാവ് എനിക്ക് ആദ്യമായിട്ട് തന്നെ തന്നത്. യേശുവിനോടൊത്ത് നടന്ന് നീങ്ങുക. യേശുവിനോടൊത്ത് നടന്ന് നീങ്ങുന്ന ഒരു ജനവിഭാഗത്തെയാണ് ദൈവം എപ്പോഴും സ്വപ്നം കാണുന്നത്. ഹല്ലേലൂയ. വലത് കൈ ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, നമുക്ക് നമ്മുടെ ദുഃഖങ്ങൾ ദൈവം മാറ്റിത്തരും, നമ്മുടെ കടബാധ്യതകൾ ദൈവം മാറ്റിത്തരും, നമ്മുടെ തൊഴിലില്ലായ്മ ദൈവം പരിഹരിച്ചു തരും, നമ്മുടെ വീടില്ലായ്മ ദൈവം പരിഹരിച്ചു തരും, നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ദൈവം ക്രമീകരിച്ചു തരും. ഇതെല്ലാം ദൈവം ക്രമീകരിച്ചു തരും. പക്ഷേ ഇതെല്ലാം അല്ല വലുത്. അതാണ് ഈ പറയുന്നത്. ഇതെല്ലാം അല്ല വലുത്. ഇതെല്ലാം ആയിരുന്നു വലുതെങ്കിൽ കത്തോലിക്ക സഭയിൽ വിശുദ്ധന്മാരുണ്ടാകുമായിരുന്നില്ല.
ഈ ഭൗതികമായ ആവശ്യങ്ങളാണ് വലുതെങ്കിൽ, ഈ ഭൗതികമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടതെങ്കിൽ, ഇങ്ങനെയുള്ള ആവശ്യങ്ങളോടുകൂടിയാണ് ദൈവത്തിന്റെ സന്നിധിയിൽ വരുന്നിരുന്നതെങ്കിൽ കത്തോലിക്ക സഭയ്ക്ക് വിശുദ്ധരുണ്ടാകുമായിരുന്നില്ല. കാരണം എന്താ? ഇതര ക്രൈസ്തവ സമൂഹങ്ങളിൽ നിന്ന് കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ സമ്പത്ത്, ഏറ്റവും വലിയ മുതൽക്കൂട്ടെന്ന് പറയുന്നതാണ് വിശുദ്ധരുടെ കൂട്ടായ്മ എന്ന് പറയുന്നത്. വലത് കരം ഉയർത്തി പറയാം, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രണ്ട് കരങ്ങൾ ഉയർത്തിപ്പിടിക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, കുറച്ചുകൂടെ സ്വരത്തിൽ പ്രാർത്ഥിക്കണം. കർത്താവായ യേശുവേ, കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, സ്വർഗീയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തി തരണമേ. തിരുവചന സത്യങ്ങൾ അനുസരിച്ച് ജീവിക്കുവാൻ ദൈവകൃപ തരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരം ഉയർത്തി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ.